കഥ ഉലഹാപുലുവ. രചന കെ നിതിൻ. വീട് വിട്ടിറങ്ങിപ്പോരേണ്ടി വന്ന കുട്ടി പാറപ്പുറത്തിരുന്ന് നിലവിളിച്ചു. കണ്ണീർ കൈപ്പത്തിയാൽ വകഞ്ഞെടുക്കുകയും മൂക്കുനീർ നാക്കാൽ തുടയ്ക്കുകയുമുണ്ടായി. കുട്ടിയുടെ കവിളിൽ ഊർന്നിറങ്ങുന്ന മഴവില്ല്. കുട്ടിയുടെ കണ്ണിൽ അനാഥത്വത്തിന്റെ മരുഭൂമി. വിരിഞ്ഞ പാറയ്ക്ക് ചുറ്റും പരന്നു കിടക്കുന്ന കുറ്റിക്കാട്. ഇളുമ്പിലെ വെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് കുട്ടി കണ്ണിലും കവിളിലും ഒഴിച്ചു. പാറയുടെ അരികുകളിൽ കിളിർത്തു നിൽക്കുന്ന പച്ചപ്പുല്ല്, തണലു വിളയുന്ന പെരുമരം, ഒറ്റമരത്തിന്റെ മുകളിൽ നിന്നും തെറിച്ചു വീണ പഴത്തിന്റെ അവശിഷ്ടങ്ങൾ കുട്ടിയുടെ തലയിൽ തട്ടി. മൂക്കിൻതുമ്പിൽ തട്ടി, വിരൽത്തുമ്പിൽ തട്ടി വെള്ളത്തിൽ വീണപ്പോൾ അവൻ ഏങ്ങലടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. ഒറ്റമരത്തിലൂടെ അരിച്ചിറങ്ങിയ തേവാങ്ക് പിന്നിലൂടെ പതുങ്ങി വന്ന് ഇരു കൈകൾ കൊണ്ടും കുട്ടിയെ പൊടുന്നനെ ചേർത്തു പിടിച്ചു. ഞെട്ടി എഴുന്നേറ്റ കുട്ടിയെ നോക്കി തേവാങ്ക് ഇളിച്ചു. കരയരുത്, കരയുന്നവർ കളിയിൽ തോൽക്കും. തേവാങ്ക് പറഞ്ഞു. തോറ്റതുകൊണ്ടാ ഞാൻ കരയുന്നേ, കുട്ടി മറുപടി പറഞ്ഞു. തേവാങ്ക് കുട്ടിയെ പാറമുകളിൽ പിടിച്ചിരുത്തി. എതിർവശത്തായി കൈകൾ പിണച്ച് കുന്തിച്ചിരുന്നു. എന്തിനാ നീ കരയണത്? തേവാങ്ക് കണ്ണുനീർ തുടച്ചു. വീട്ടിൽ പോണം, അമ്മയെ കാണണം. പിന്നെന്തിനാ നീ ഇറങ്ങിപ്പോന്നത്? നിന്റെ വീടെവിടെയാ? തേവാങ്ക് താടിയിൽ കൈകുത്തി. ഇറങ്ങിപ്പോന്നതല്ല, ഇറക്കി വിട്ടതാ. വീട് ദൂരെയാ. ദൂരേന്ന് പറഞ്ഞ ദൂരയുടെ അപ്പുറത്ത്. കുട്ടി വളഞ്ഞ ആകാശത്തിനും അപ്പുറത്തേക്ക് വിരൽ ചൂണ്ടി. തേവാങ്ക് കാലുകൾ പിറകിലേക്ക് കൈകൾ പിണച്ച് ചുരുണ്ടുകൂടി. എന്നിട്ട് മലർന്നു കിടന്ന് കൈകാലുകൾ ഇട്ടടിച്ച് കരഞ്ഞു തുടങ്ങി. തുറിച്ച കണ്ണുകൾ ഇറുക്കെ അടച്ച് നിലവിളിയും തുടങ്ങി. കുട്ടിക്ക് പാവം തോന്നി. എന്തിനാ നീ കരയണത്? കുട്ടി കരച്ചിൽ നിർത്തി. ഇരുട്ട് പേടിയാ. വെളിച്ചം, എനിക്ക് വെളിച്ചം കാണണം. തേവാങ്ക് പറഞ്ഞു. കണ്ണ് തുറക്കട ഉണ്ടക്കണ്ണ, ഇതല്ലേ വെളിച്ചം. കുട്ടി പൊട്ടിച്ചിരിച്ചു. ഇരുട്ടല്ലാത്തതെല്ലാം വെളിച്ചമല്ല. തേവാങ്ക് കണ്ണു തുറച്ചു. കുട്ടിക്കതൊരു പുതിയ അറിവായിരുന്നു. തേവാങ്കിന്റെ ഉണ്ടക്കണ്ണുകളിൽ രണ്ട് സങ്കടക്കടൽ. ഇത്രയും ദയനീയമായ കണ്ണുകൾ ഈ പ്രായത്തിനിടയിൽ കുട്ടി കണ്ടിട്ടില്ലായിരുന്നു. നീ നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാൻ കുട്ടി, തേവാങ്ക് പറഞ്ഞു. ഇലകൾ താളം തുടർന്നു. കാറ്റ് രാഗം മാറാതെ മൂളി. പാറമുകളിലെ വെയിൽ തിളങ്ങിക്കൊണ്ടേയിരുന്നു. കുട്ടിക്ക് അവനെ കളിയാക്കിയെന്ന് തോന്നി. നീ ആരാ? തേവാങ്ക് ചോദിച്ചു. ഞാൻ തേവാങ്ക്, കുട്ടി പറഞ്ഞു. ഏ? തേവാങ്ക് കണ്ണുരുട്ടി. ഞാൻ തേവാങ്ക്, 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 കുട്ടി 3 വട്ടം പറഞ്ഞു. ഇലകളുടെ താളം തെറ്റി. കാറ്റിന്റെ ഈണം മാറി. പാറമുകളിലെ വെയിലിൽ പുൽനാമ്പുകൾ കരിഞ്ഞു. കുട്ടിയുടെ കൈകാലുകൾ നീണ്ടു. രോമങ്ങൾ കനത്തു. മുഖം കൂർത്തു. കണ്ണുകൾ വലുതായി. തുറിച്ചു നിന്ന കണ്ണുകൾക്ക് ചുറ്റും തവിട്ടു നിറത്തിൽ വലയം. മൂക്ക് മുന്നിലേക്ക് നീണ്ടു. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് ചുരുളണമെന്ന് കുട്ടിക്ക് തോന്നി. ഇരട്ട പിറന്നെന്ന് തോന്നുമാറുള്ള തേവാങ്കുകൾ പരസ്പരം കണ്ണു തുറച്ചു. ക്ഷണനേരത്തിൽ തേവാങ്ക് തെക്കോട്ടേക്ക് പാഞ്ഞു. പാറയ്ക്കും കുറ്റിക്കാടിനുമപ്പുറം ഇല അനിക്കിക്കൊണ്ട് മറഞ്ഞു. കുട്ടി കാത്തിരുന്നു. തേവാങ്ക് തിരികെ എത്തിയത് കയ്യിലൊരു കുന്നിക്കുരുവുമായിട്ടായിരുന്നു. കാട്ടിമുത്തിക്കോയിലിന്റെ അതിരുകാക്കുന്ന കുന്നിവള്ളിയിലെയാണ്. കള്ളം പറയരുത്, അതാണ് കാടിന്റെ നിയമം. കുന്നിക്കുരു കുട്ടിയുടെ നെറുകയിൽ വെച്ച് തേവാങ്ക് ചോദിച്ചു. നീ ആരാ? ഞാൻ കുട്ടി, കുട്ടി പറഞ്ഞു. ഏ? തേവാങ്ക് ചെവി കൂർപ്പിച്ചു. ഞാൻ കുട്ടി, 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 കുട്ടി 3 വട്ടം പറഞ്ഞു. ഇലകളുടെ താളം മയപ്പെട്ടു. കാറ്റിന്റെ ഈണം കർണാനന്ദകരമായി. വെയിൽ ചാഞ്ഞു മങ്ങി. കുട്ടിയുടെ കൈകാലുകൾ കുറുതായി. രോമങ്ങൾ കൊഴിഞ്ഞുപോയി. മുഖം ചുരുങ്ങി. കണ്ണുകൾ കോമളമായി. മൂക്ക് പതിഞ്ഞു വന്നു. കുട്ടി പിന്നെയും കുട്ടിയായി. കെട്ടിടക്കൂമ്പാരങ്ങൾ നിറഞ്ഞ ഭൂമിയിലൊരിടത്ത് സന്തോഷം അലിയിച്ചെടുത്ത നാട്ടിലായിരുന്നു കുട്ടിയുടെ വീട്. ഉച്ചനേരത്തു പോലും മഞ്ഞു വീഴുന്ന ദിവസമായിരുന്നു അത്. കുട്ടിയുടെ വീടും പരിസരവും ധവളാംബരം പൊതിഞ്ഞ് വിറച്ചു. ബണ്ണിൽ ഇറച്ചിയും കാബേജ് നുറുക്കിയതും ചീസും നിറച്ച് അമ്മ ഓവനുള്ളിൽ വെച്ചു. ഉറങ്ങിയെഴുന്നേറ്റാൽ ഉണ്ണിക്കുമ്പ നിറയ്ക്കാമെന്ന് വാക്കും നൽകി. പശുത്ത മെത്തയിൽ അമ്മ ചെരിഞ്ഞു കിടന്നു. അമ്മ വയറിൽ ചാരി കുട്ടിയും കിടന്നു. അങ്ങകലെ നമുക്കൊരു നാടുണ്ടെന്നും ഈ നാട്ടിൽ നമ്മൾ അതിഥികളാണെന്നും അമ്മ പറഞ്ഞു. അമ്മ ഉറങ്ങി. കുട്ടിയും ഉറങ്ങി. ഉറക്കത്തിൽ കുട്ടി ഒരു സ്വപ്നം കണ്ടു. വീടിനു മുൻപിൽ അസാധാരണമായ ഒരു വിമാനം വന്നു നിന്നു. അതിന്റെ മഞ്ചം വലിയൊരു സുവർണഹംസം.
അതിൽ ഒരു കനകസിംഹാസനം, ചുവന്ന പരവതാനിയും പതുപതുത്ത ഇരിപ്പിടവും. വിമാനത്തിൽ നിന്നും ഒരു രാജാവ് ഇറങ്ങി വന്നു. രാജാവിന്റെ ചാരനിറമുള്ള തൊപ്പിയുടെ വശങ്ങൾ വക്രിച്ചു നിന്നു. മുകളിൽ കറുത്ത നിറമുള്ള ചുറ്റ്. അദ്ദേഹത്തിന്റെ വേഷം കോട്ടും പാൻസുമായിരുന്നു. മീശയില്ലാത്ത മുഖം ചപ്ലിച്ചിരുന്നു. കുട്ടിക്ക് ചിരി വന്നിരിക്കാം. ഉറക്കത്തിലായതുകൊണ്ട് അറിഞ്ഞില്ല. കുറച്ച് ഭടന്മാർ അമ്മയെ കടന്നുപിടിച്ച് കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ച് വിമാനത്തിൽ കടത്തിക്കൊണ്ടുപോയി. സ്വപ്നം തീർന്നപ്പോൾ കുട്ടി ഉറക്കമുണർന്നു. അമ്മയെ കാണാനില്ലായിരുന്നു. വിമാനം നിന്നിടത്ത് വിരിച്ചിട്ട പുഷ്പങ്ങൾ. കണ്ണടച്ചു തുറന്ന കുട്ടി ഈ പാറ മുകളിലും. നമുക്ക് ഓടിക്കളിച്ചാലോ? തേവാങ്ക് ചോദിച്ചു. കുട്ടിക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടമാണ്. തുടയിൽ തട്ടി താളം പിടിച്ച് കുട്ടി ഓടി. കൈവെള്ളയിൽ തുപ്പി ചന്തിയിൽ തുടച്ച് ഉശിരി കയറ്റി തേവാങ്കോടി. കുട്ടി കല്ലും മണ്ണും മരക്കുറ്റിയും പുല്ലും പുഴുവും ചവിട്ടി മെതിച്ചോടി. തേവാങ്ക് കുട്ടിക്കൊപ്പം ഓടി. ഇടയിൽ മരമുകളിലൂടെ ചാടി തലകുത്തി മറിഞ്ഞ് കസർത്ത് കാണിച്ചു. ഓടിയോടി 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 ഭൂമിയുടെ തുഞ്ചത്തെത്തി. ഇരുപുറവും കടൽ, നടുവിലൊരു വഴി, തേവാങ്കിന്റെ മുഖം പോലെ. വഴി മുട്ടുന്നിടം പിന്നെയും കടൽ. ഭൂമി തുഞ്ചത്ത് കൂട്ടിയിട്ട കല്ലുകൾക്ക് മുകളിലേക്ക് തിരമാലകൾ പതഞ്ഞു പൊങ്ങി. കല്ലിൻ തുമ്പത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് തേവാങ്ക് അതിമനോഹരമായി പാടി, നൃത്തം ചെയ്തു. തേവാങ്ക് കിതച്ചു. കുട്ടി കിതച്ചു. സജലമായ തേവാങ്കിന്റെ കണ്ണുകൾ തുളുമ്പാൻ ഒരുങ്ങി നിന്നു. കടൽക്കാറ്റിന്റെ ഇരമ്പം മുറിച്ചെടുക്കുന്ന നിശബ്ദത. ഈ കാണുന്ന കടലിനപ്പുറമാണ് എന്റെ നാട്. കിഴക്കോട്ട് വിരൽ ചൂണ്ടി തേവാങ്ക് പറഞ്ഞു. നീ എങ്ങനെ ഇക്കരെ എത്തി? കുട്ടിക്ക് അത്ഭുതം. എനിക്കത് സാധിക്കും. എന്റെ അപ്പൂപ്പന്റെ 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 അപ്പൂപ്പൻ ഈ കടൽ ഒറ്റച്ചാട്ടത്തിന് കടന്നിട്ടുണ്ട്. ശരിയായിരിക്കണം. തേവാങ്ക് കള്ളം പറയാത്ത ആളാണ്, കുട്ടിക്ക് തോന്നി. എന്റെ അപ്പനെയും അമ്മയെയും അവരീ കടലിൽ മുക്കിക്കൊന്നു. അക്കരെ. തേവാങ്ക് ഇടറി. എന്തിന്? കുട്ടിക്ക് സങ്കടം വന്നു. അവരുടെ രണ്ടുപേരുടെയും പേര് കുട്ടി തേവാങ്ക് എന്നായിരുന്നു. നിന്നെന്തേ അവരൊന്നും ചെയ്യാഞ്ഞു? എന്റെ പേര് ഉലഹ പുലുവ എന്നാണല്ലോ. അപ്പന്റെ നട്ടെല്ലിന്റെ കരുത്തിൽ ആദ്യത്തെ കാൽവയ്പ്. അമ്മയുടെ മാറിടത്തിന്റെ മാർദ്ദവത്തിൽ അടുത്ത കുതിപ്പ്. തേവാങ്ക് ഇക്കരയ്ക്ക് ചാടി. അല്പം നീന്തി, പിന്നെയും ചാടി, പിന്നെയും നീന്തി, പിന്നെയും ചാടി ഇക്കരെ എത്തി. കുട്ടിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കുറേയേറെ സങ്കടം വന്നു. സാരില്ല കേട്ടോ. കുട്ടി തേവാങ്കിന്റെ തലയിൽ മൃദുവായി തലോടി. കടൽക്കാറ്റിനൊപ്പം ഒരു തേങ്ങൽ ഒഴുകി വന്നു. കുട്ടിയും തേവാങ്കും പിന്തിരിഞ്ഞ് തേങ്ങൽ ലക്ഷ്യമാക്കി ഓടി. അതൊരു ചെറിയ മരക്കൂട്ടമായിരുന്നു. അവിടെ അരണ്ട വെയിൽ പതിഞ്ഞ താളത്തിൽ പെയ്തു. വരണ്ടുണങ്ങിയ മരച്ചുവട്ടിലെ കല്ലിലിരുന്ന് നെഞ്ചിൽ കൈപിണച്ച് കരയുന്ന സ്ത്രീ. അവർ ക്ഷീണിതയായിരുന്നു. അമ്മ! കുട്ടി വെപ്രാളപ്പെട്ടു. ഓടിച്ചെന്ന് പുണർന്നു. അമ്മ അവനെ കോരിയെടുത്ത് ഉമ്മകൾ നൽകി. അമ്മേ, വിശക്കുന്നു, കുട്ടി പറഞ്ഞ്. അമ്മ, പസിക്കുതമ്മാ, തേവാങ്ക് പറഞ്ഞു. അറുത്തുമാറ്റപ്പെട്ട മുലകളുടെ അവശേഷിച്ച ചോരപ്പാടുകളിൽ നോക്കി അമ്മ തലയിലടച്ച് കരഞ്ഞു. അമ്മേ, വിശക്കുന്നു, അമ്മേ, വിശക്കുന്നു, അമ്മേ, വിശക്കുന്നു. കുട്ടി 3 പ്രാവശ്യം പറഞ്ഞു. അമ്മ, പസിക്കുതമ്മാ, അമ്മ, പസിക്കുതമ്മാ, അമ്മ, പസിക്കുതമ്മാ. തേവാങ്ക് 3 പ്രാവശ്യം പറഞ്ഞു. അമ്മയുടെ ചോര വെളുത്തു. കുട്ടി വലതു തുടയിൽ തലവെച്ചു കിടന്നു. വയറ് നിറയെ പാൽ കുടിച്ചു. തേവാങ്ക് ഇടതു തുടയിൽ തലവെച്ചു മലർന്നു കിടന്നു. അവന്റെ വായിൽ മുലപ്പാൽ ധാരയായി ഒഴുകി. തേവാങ്ക് കണ്ണുകൾ ഇറുകെ അടച്ചു തുറന്നു. ഉണക്കിലകളെ വകഞ്ഞ് മരച്ചില്ലയിൽ തട്ടി ഒരു ചെറു വെളിച്ചം അവന്റെ കണ്ണുകളിൽ പതിച്ചു. ജലാശയങ്ങൾ തിളങ്ങി. അഭയം തേടിയെത്തുന്ന ചരാചരങ്ങൾ തണൽമര ചുവട്ടിൽ കുളിരേൽക്കുന്നിടത്ത് പുതിയൊരു ഉദയമുണ്ടാകുമെന്ന് ഉൾവിളിയുണ്ടാകാൻ പാകത്തിന് ജീവിത ദൈർഘ്യമെത്താത്തതിനാൽ തേവാങ്ക് ചിന്തയേറ്റ മനസ്സോടെ പുഞ്ചിരിച്ചു. കടൽക്കാറ്റ് പതിഞ്ഞു വീശി. കാട് പൂത്തു. സൂചന: ഉലഹ പുലുവ, കുട്ടിത്തേവാങ്ക്. വാനരവർഗത്തിൽപ്പെട്ട കുട്ടിത്തേവാങ്ക് എന്ന ജീവി ഇന്ത്യയിലും ശ്രീലങ്കയിലും മാത്രം കാണപ്പെടുന്നു. കുട്ടിത്തേവാങ്ക് എന്നത് തമിഴ് പദമാണ്. മലയാളികൾ ആ പേര് സ്വീകരിച്ചു. സിംഹള ഭാഷയിൽ ഉലഹ പുലുവ.